ഇത് 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ പേര് ഫ്രീ ക്യാഷ് എന്നാണ്. ഇതിന്റെ പേയ്മെന്റ് പ്രൂഫ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പേപാൽ വഴിയും അതുപോലെ തന്നെ എയർടെൽ വഴിയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ബെക്സ് പോലെ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഓഫേഴ്സും അതുപോലെ തന്നെ സർവേസ് ആണെങ്കിൽ ഇഷ്ടംപോലെ സർവേ പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ടൈം ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് നിങ്ങൾ കൂടുതൽ ടൈം സർവേ ചെയ്യാനും അതുപോലെ തന്നെ ഓഫേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ ഇതിന്റെ $5 വിഡ്രോ ചെയ്യുന്ന പേയ്മെന്റ് പ്രൂഫ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ജെന്യൂൻ ആണ്. കറക്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പേപ്പാലും അല്ലെങ്കിൽ എയർടെലിലേക്കൊക്കെ റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പേപ്പാലിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് $5 വേണം. എന്നാൽ നിങ്ങൾ ക്രിപ്റ്റോയിലേക്കാണ് റിഡീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 50 സെന്റ് ആകുമ്പോൾ തന്നെ ക്രിപ്റ്റോയിലേക്ക് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പേപ്പാലിന്റെയും അതുപോലെ തന്നെ എയർടെലിന്റെയും നിങ്ങൾ ജസ്റ്റ് ജിമെയിൽ ഐ ഡി, നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി വെച്ചാണ് ക്രിയേറ്റ് ചെയ്തത് ആ ജിമെയിൽ ഐ ഡി നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി, അതിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുക, അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് ടാസ്കുകളുണ്ട്. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതല്ല, നിങ്ങൾക്ക് ടൈം ബെക്സിലൊക്കെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓഫർ പ്രൊവൈഡേഴ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ സർവേയുടെ നോക്കുവാണെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അതായത് CPS റിസർച്ച് സർവേ, പോൾ ഫിഷ് സർവേ, ബിറ്റ് ലാബ്സിന്റെ, അതുപോലെ തന്നെ ഇൻബ്രെയിന്റെ, ടാപ്പ് റിസർച്ച്, അങ്ങനെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള സർവേ പ്രൊവൈഡേഴ്സിന്റെ എല്ലാ സർവീസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. സാധാരണ ആപ്ലിക്കേഷൻ പോലെയല്ല. കാരണം ഇതിനകത്ത് നല്ല സർവീസും അതുപോലെ ഓഫേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തന്നെയല്ല ജെന്യൂൻ ആണ്. നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ പൈസ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, CPS റിസർച്ചും അതുപോലെ ബിറ്റ് ലാബിന്റെയും ടാപ്പ് റിസർച്ചിന്റെ, പോൾ ഫിഷിന്റെയും ഇൻബ്രെയിന്റെയും സെർവർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് അവരുടെ ട്വിറ്റർ പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 10 കോയിൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ എക്സ്ട്രാ കോയിൻസ് ഒക്കെ നമുക്കിവിടെ ആഡായി വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പേര് ഓൺലൈൻ ഉണ്ടെന്ന് മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, എത്ര പേര് ഓൺലൈൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ 4430 പേര് ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും സർവേ പാസ്സാകുന്നതൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇങ്ങനത്തെ സൈറ്റ് കൂടുതൽ ഓഫേഴ്സും കൂടുതൽ സർവേ പ്രൊവൈഡേഴ്സും ഉള്ള സൈറ്റുകളിൽ വർക്ക് ചെയ്യുക. കാരണം സർവേ പ്രൊവൈഡേഴ്സ് കൂടുതലുള്ള സൈറ്റുകളിലാണ് സർവീസ് എപ്പോഴും കിട്ടുകയുള്ളൂ. ഇപ്പോൾ സർവേ പ്രൊവൈഡേഴ്സ് കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സർവേ ആയിരിക്കും കിട്ടുന്നത്. ടൈം ബേസിൽ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും സർവീസ് കാണും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സർവേ പ്രൊവൈഡേഴ്സ് കൂടുതലാണ്. ഇപ്പോൾ വൈസൻസിൽ നിങ്ങൾക്ക് നോക്കിയാലും മിക്കപ്പോഴും സർവീസ് കാണും. അതിനകത്തും സർവേ പ്രൊവൈഡേഴ്സ് കൂടുതലാണ്. നിയോബെക്സിലും നിങ്ങൾക്ക് മിക്കപ്പോഴും കാണും. എന്നാലും ടൈം ബേസിനെ വൈസൻസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും നിയോബെക്സിൽ. അതൊക്കെ സർവേ പ്രൊവൈഡേഴ്സ് എത്ര വരുന്നോ അതിനനുസരിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.